SI അകത്തുണ്ടോ? ആ ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ആരാ? മോഹൻ. അയ്യോ, സാറായിരുന്നു ഈ സ്റ്റേഷനിലെ SI. വെരി ഗുഡ്. സാറിന് എന്നെ അറിയില്ലേ? ഇല്ല. അറിയാം. സാറിന് എന്നെ അറിയാം, എനിക്ക് സാറിനെ അറിയാം. സാറിന്റെ ബയോഡേറ്റ ഞാൻ പറയട്ടെ. SI മോഹനൻ നായർ, സ്വദേശം ഒറ്റപ്പാലം. ഫാദർ ബാങ്ക് മാനേജർ, മദർ സ്കൂൾ അഡ്മിനിസ്ട്രസ്. അച്ഛൻ്റെയും അമ്മയുടെയും ദ ഓൺലി സൺ. എന്താ ശരിയല്ലേ? ഇതുവരെ ശരിയാണ്. എന്നാ ബാക്കി ശരിയോടെ കേട്ടോ. കോളേജ് വിദ്യാഭ്യാസം തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ. പിന്നെ SI ടെസ്റ്റ് എഴുതി നേരെ പോലീസിലേക്ക്. ഫസ്റ്റ് പോസ്റ്റിംഗ് മലപ്പുറത്ത്, സെക്കൻഡ് തൃശ്ശൂർ, മൂന്നാമത്തേതേ ഇവിടെ. കറക്റ്റ്. എന്നാലും കോളേജിൽ ആർട്സ് സബ് സെക്രട്ടറി ആയിരുന്ന സാറ് ഇങ്ങനെ കാക്കിക്കുള്ളിക്കയറുന്ന ഞാൻ പ്രതീക്ഷയില്ല. സാറ് നന്നായിട്ട് പാടുമായിരുന്നല്ലോ, എക്സ്പെഷ്യലി ഹിന്ദി സോങ്സ്. ആ സ്വരമാധുര്യം ഇപ്പോഴും ഉണ്ടോ സാർ? പിന്നെ +2 ഗസ്റ്റ് ലെക്ചറായ ഭാര്യയ്ക്കും ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ഒക്കെ സുഖം തന്നെ അല്ലേ സാർ? എനിക്ക് ഇരിക്കാമോ? നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഇത്ര കൃത്യമായി? അതുകൊള്ളാം. സാറെന്നെ കണ്ടിട്ടുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പാലക്കാട് വെച്ച്, ടിപ്പുവിൻ്റെ കോട്ടയുടെ മുമ്പിൽ വെച്ച്. സാറ് മറന്നുപോയതാ. സാറിൻ്റെ ഓർമ്മശക്തി അത്ര ഷാർപ്പല്ല കേട്ടോ. പക്ഷേ ഓർമ്മയുടെ കാര്യത്തിൽ എനിക്കെന്നും 100 മാർക്കാ. അല്ല, അതെൻ്റെ പ്രൊഫഷന് വളരെ അത്യാവശ്യമാണ് താനും. ഒരാളെ ഒരിക്കൽ കണ്ട ഈ വിശാൽ ആ മുഖം പിന്നെ മറക്കുകയില്ല. ഓഹോ, അപ്പോ വിശാൽ താനാണല്ലേ? കണ്ടോ, ഇപ്പൊ സാറിന് ഓർമ്മ വന്നു. വന്നു, ഇപ്പൊ ഓർമ്മ വന്നു. അല്ല, സാർ ഇന്നലെ എന്നെ അന്വേഷിച്ച് ലോഡ്ജിലെത്തിന്ന് അറിഞ്ഞു. എന്താ സാർ മാറ്റർ? മാറ്റർ ഉണ്ട്, സ്വല്പം സീരിയസ് ആണ് മാറ്റർ. താൻ യമുനെ അറിയോ? യമുന എന്ന് പറയുമ്പോ ഏത് യമുനയാണ് സാർ? ഞങ്ങൾ ഈ ജേർണലിസ്റ്റുകൾക്ക് ഒരേ പേരിൽ 1000 പേരെങ്കിലും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അതിൽ ഈ യമുന ഏതാണെന്ന്. ബുദ്ധിമുട്ടണ്ട, ഈ അടുത്ത സമയത്ത് കാണാതായില്ലേ ആ യമുന. ഒരു ക്ലൂ കൂടി തരാം. മഹാകവി ശങ്കർജിയുടെ മകൾ യമുന. അങ്ങനൊരു യമുനയെ താൻ അറിയോ? ഓഹോ, മനസ്സിലായി സാർ. പത്രത്തിൽ ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. അറിയാം, ഞങ്ങൾ തമ്മിൽ അടുത്ത പരിചയമുണ്ട്. അടുത്ത പരിചയം എന്ന് പറഞ്ഞാ? അടുത്തെന്ന് പറഞ്ഞാ അത്ര അടുത്തൊന്നല്ല, ജസ്റ്റ് ഒരു പരിചയം, അത്രേ ഉള്ളൂ. അതും ഇപ്പൊ ഇല്ല. അടുത്ത പരിചയം ജസ്റ്റ് ഒരു പരിചയമാവാനും പിന്നെ അത് ഇല്ലാതാവാനും ഒരു കാരണം ഉണ്ടാവും അല്ലേ മിസ്റ്റർ വിശാൽ? പറയണം. എനിക്ക് ആ കുട്ടിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല സാർ. മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ടു ബോൾഡ്, ടു ഈഗോയിസ്റ്റിക്, സെൽഫിഷ്. അങ്ങനെയുള്ളൊരു പെണ്ണിനെ നമ്മൾ ആണുങ്ങൾക്ക് വഹിച്ചു കൊടുക്കാൻ പറ്റൂ സാർ? അവക്ക് ഒരു എല്ല് കൂടുതലാ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ അത്? മോറൽ സൈഡ് ലേശം വീക്കാ. ഓഹോ. അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ വളച്ചെടുക്കൂ. അതെ സർ, ഇതൊരു പരദൂഷണമല്ല, യാഥാർത്ഥ്യ. ചേച്ചിയുടെ മുമ്പിൽ വെച്ചായിരുന്നില്ലേ യമുനയാളും തമ്മിലുള്ള പ്രണയ സീനുകൾ. അവസാനം ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി. ഇപ്പൊ യമുനയുടെ ചേച്ചി സുമിത്ര ആത്മഹത്യക്ക് ശ്രമിച്ച ആശുപത്രിയില. വിശാൽ, വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇല്ലാ കഥയോ? എന്തിനാ സാർ ഞാൻ കള്ളം പറയുന്നത്? ഞാൻ പറഞ്ഞ എന്തെങ്കിലും നുണയാണെന്ന് സാറ് നേരിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക്. നുണയാണെങ്കിൽ സാറ് തരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാനും ഈ വിശാല തയ്യാറാ. ഇനി ഒരു സത്യം കൂടി പറയട്ടെ. യമുനയെ പറ്റി അന്വേഷിക്കാനാണ് സാർ എന്നെ വിളിപ്പിച്ചതെങ്കിൽ എങ്കിൽ അവളെ ആദ്യം തിരക്കേണ്ടത് പ്രസാദ് സാറിന്റെ അടുത്തായിരുന്നു. പ്രസാദ് യമുനയുടെ ചേച്ചിയുടെ ഭർത്താവ്, അഥവാ യമുനയുടെ കാമുകൻ. അവർ തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് ആയിരുന്നു സാർ. അത് സ്ട്രോങ് ആക്കിയത് താനും അല്ലേ? നോ സർ, നെവർ. ഞാൻ അതിനെതിരായിരുന്നു. പ്രസാദ് സാറിനെ എനിക്ക് പരിചയമുണ്ട്. അന്നേരം 1-2 വട്ടം ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പോഴൊക്കെ പ്രസാദ് സാറിന്റെ നാവിൻ തുമ്പത്ത് വരിക യമുനയുടെ പേര് മാത്രമാ. സ്വന്തം ഭാര്യയുടെ പേര് ഒരിക്കൽ പോലും അയാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഭാര്യയെ മറന്നുകൊണ്ട് അനിയത്തിയെ തേടി പോകരുതേ എന്ന് ഞാൻ ആവർത്തിച്ച് പ്രസാദ് സാറിനോട് പറഞ്ഞ. എന്റെ വാക്കാര് കേൾക്കാനാ? യമുനയും പ്രസാദ് സാറും ചില ഹോട്ടലുകളിൽ വരെ ഒന്നിച്ച് താമസിച്ചതിന് തെളിവുണ്ട് സാർ.
സംഗതി കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോ ഞാൻ വേദി ഒഴിഞ്ഞു. നമ്മൾ ഇതിന് ഇത്തരം ചീപ്പ് കേസുകളിലേക്ക് ഇടപെട്ട് വെറുതെ നാറുന്നു. മാത്രമല്ല, പ്രസാദ് സാറിന്റെ കൂടെ നടന്ന ഞാനും ഒരു മുഴു കുടിയനായി പോകുന്ന എനിക്ക് ബോധ്യായി. അപ്പോ വിശാലിന്റെ മൊഴി പ്രകാരം സ്വന്തം ഭർത്താവും അനിയത്തിയും തമ്മിലുള്ള അവിഹിത വീഴ്ചയിൽ മനം നൊന്ത് സുമിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണോ? 100% സത്യമാണ് സർ. മനസ്സ് മടുത്ത് അവരത് ചെയ്തത്. ചേച്ചി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനിയത്തിക്ക് പിന്നെ വീട്ടിൽ നിൽക്കാൻ ഒക്കുവോ? ചോദ്യങ്ങൾ കെട്ടുകണക്കിന് പല ഭാഗത്തുനിന്ന് വരില്ലേ? അത് ഭയന്ന് യമുനെ സ്ഥലം വിട്ടു. സ്ഥലം വിട്ടത് പ്രസാദിന്റെ കൂടെ ആവാം അല്ലേ? മിക്കവാറും അതിനാണ് സർ ചാൻസ്. പിന്നെ പ്രസാദ് സാർ സ്ഥലത്തുള്ളതാണൊരു സംശയം. ചിലപ്പോൾ ഏതെങ്കിലും രഹസ്യ സംഗീതത്തിൽ അയാൾ യമുനെ പാർപ്പിച്ചിട്ടുണ്ടാവും. എല്ലാം ഒന്ന് ശാന്തമായിട്ട് പുറത്തിറക്കാനായിരിക്കും പരിപാടി. നന്ദിയുണ്ട് വിശാലെ, ഇത്രയും ഡീറ്റെയിൽസ് തന്നതിന് വളരെ നന്ദിയുണ്ട്. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ സാർ. ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടത് നല്ലൊരു ജേർണലിസ്റ്റിന്റെ ഡ്യൂട്ടി അല്ലേ? എന്നാ ഞാൻ വരട്ടെ സാർ. പോവാൻ വരട്ടെ. ഏതായാലും ഇവിടെ നിന്ന് ഇത്രയും വാചക കസരത്ത് നടത്തിയ ആളാണല്ലോ. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എനിക്കും കൂടി ബോധ്യം വരണ്ടേ? ഇനി സാർ എന്നെ വിശ്വാസമായില്ലേ? ഇല്ല, ഒട്ടും ആയിട്ടില്ല. അതുകൊണ്ട് വിശ്വാസം വരുന്നവരെ വിശാൽ ഇവിടെ കിടക്ക്. സാർ വേണ്ട, നടക്കടാ. നടക്കാം. നടക്കാൻ. ഇവിടെ കിടന്നാ മതിയോ? കേറാത്. ഓക്കെ ഓക്കെ. ആ കുറ്റി കുറ്റി കുറ്റിയിട്ടില്ല. ഇടാം ഇടാം. കൊള്ളാം. എന്താ സുഭദ്ര ഇത്? കാര്യങ്ങൾ അറിയാനോ നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എന്നാലും ബാലേട്ട, എന്റെ മോൻ ഭ്രാന്താശുപത്രിയില് ഭ്രാന്തന്മാരുടെ ഇടയില്. പ്രസാദിനെ ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനൊന്നും പോണില്ല അമ്മേ. ഒന്ന് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, കുഴപ്പമില്ലെങ്കിൽ തിരികെ കൊണ്ടുവരും, അത്ര തന്നെ. സുഭദ്രേ, നമുക്കാവശ്യം നമ്മുടെ ആ പഴയ പ്രസാദിനെയാണ്, അല്ലാതെ എന്നും ഇങ്ങനെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന പ്രസാദിനെ അല്ല. ഒക്കെ അറിയാം, എന്നാലും സഹിക്കാൻ കഴിയുന്നില്ല ബാലേട്ട. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമേ പ്രസാദിനുള്ളൂ സുഭദ്രേ. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ എന്നും ഇവരെ നോക്കി കരയാനേ പറ്റൂ. എന്താ സർ? ആരാ പ്രസാദ്? ദൈവനാ. ആ വന്നേ. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എവിടേക്കാ യാത്ര? എന്താ സർ? എന്താണ് സർ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. എന്താ, ഇദ്ദേഹം ഒന്നും പറഞ്ഞൊന്നില്ലേ? അപ്പോഴേ പ്രസാദേ, അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പത്രത്തിൽ വാർത്തയും കൊടുത്തു. നത്തിങ്. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഉണ്ടാവണമെങ്കിൽ ഇനി താൻ സഹായിക്കണം. അതുകൊണ്ട് പറ, യമുനെ എവിടെയാ താമസിപ്പിച്ചിരിക്കുന്നത്? പറഞ്ഞാ മതി, ഞങ്ങൾ പോയി കണ്ടോളാം. സാർ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇവനെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുക. ആ, അത് വേണം. സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം. ആദ്യം ഭാര്യ, പിന്നെ ഭാര്യയുടെ അനിയത്തി. മുന്നിൽ കാണുന്ന കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെയൊക്കെ ഭാര്യയാക്കണമെന്ന് തോന്നുന്നത് ഒരു രോഗം തന്നെ. പ്രസാദിന്റെ രോഗം എന്താണെന്ന് അറിയാതെ ഇങ്ങനൊന്നും സംസാരിക്കില്ലേ സാർ? എന്താ ഇദ്ദേഹത്തിന്റെ രോഗം? അത് കൃത്യമായി ഞങ്ങൾക്കും അറിയില്ല. ആർക്കും അറിയാൻ കഴിയില്ല. കാരണം ഇതൊരു തരം ഞരമ്പ് രോഗമാണ്. ഈ രോഗത്തിന് ഞങ്ങൾ പോലീസുകാരുടെ പക്കൽ നല്ല മരുന്നുണ്ട്. ഇങ്ങോട്ട് മാറിയക്കടാ. അയ്യോ സാറേ, അവനെ ഒന്നും ചെയ്യല്ലേ സാറേ. എന്റെ മോനൊരു അസുഖക്കാരനാ. മോന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം. ബാലേട്ട, സകല വൃത്തികേടുകളും കാണിച്ചിട്ട് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമം. അയ്യോ, എഞ്ചിനീയർ ആയിരുന്നില്ലേ, ബുദ്ധി കൂടും. ഭാര്യയെ വഴിയാധാരമാക്കി. അവര് മരണത്തിൽ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ദേ, ഇപ്പൊ ഭാര്യയുടെ അനിയത്തെ പാട്ടിലാക്കി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ബാലേട്ട. ഒരു കുടുംബം മുഴുവൻ തകർത്തിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു.
മറ്റുള്ളവരുടെ കണ്ണി പൊടിയിട്ട് സ്വയം രക്ഷപ്പെടാനായി. അതിന് കുറെ ബന്ധുക്കൾ കൂട്ടും. ഈ കൂട്ടിനു വേണ്ടിയായിരിക്കും താൻ സ്വന്തം വീട് പൂട്ടിയിട്ട് ഇവിടേക്ക് വന്നത്. ഇനി കൂടുതൽ അവനെയും വേണ്ട. പറ പ്രസാദേ, എവിടെയാ പെൺകുട്ടി? യമുന എവിടെയെന്ന്? എന്റെ അനിയനൊന്നും അറിയില്ല സാർ. അറിയില്ല എന്ന് തനിക്ക് ഉറപ്പാണോ? എന്നാ അറിയാവുന്നവൻ പറ, എവിടെയാ ഇവനെ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആർക്കും അറിയില്ലെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിനക്കറിയില്ലല്ലേ യമുനയുടെ ഉണ്ടെന്ന്? പറയടാ. മൗനം അഭിനയിച്ച് മന്ദബുദ്ധി കളിക്കാതെ പറയാൻ പറയണം. അവനൊന്നും അറിയില്ല, അവനൊന്നും പറയാൻ കഴിയില്ല. ഇവനെ ജീവനിട്. അയ്യോ, അവനെ കൊണ്ടുപോലെ. അയ്യോ ബാലേട്ടാ, അയ്യോ എന്റെ മോൻ. കൊണ്ടുപോയിക്കോ സാർ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. തല്ലി സാറിന്റെ കൊതി തീർന്നിട്ട് അവനെ വിട്ടയച്ചാ മതി. ഒരിക്കൽ കൊണ്ടുപോയതല്ലേ, അന്ന് നിങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ തിരിച്ചു കിട്ടിയത് ഈ അവസ്ഥയിലാ. സാർ, ചികിത്സ കഴിഞ്ഞ് പ്രസാദ് നോർമലായാൽ ഉറപ്പായും ഞങ്ങൾ തന്നെ ഇവനെ സ്റ്റേഷനിൽ എത്തിച്ചോളാം. അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. അല്ലാതെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ഇവനെ തല്ലിയതുകൊണ്ട് സാറിന് ഒരു തെളിവും കിട്ടാൻ പോലില്ല. മകനെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുന്നത് താങ്ങാനാവാതെ നിൽക്കുക അവന്റെ ഈ അമ്മ. അവരുടെ മുന്നിൽ തന്നെ ഇത് വേണമായിരുന്നോ സാർ? ഇയാളെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. കിട്ടിയതൊക്കെ നെഗറ്റീവ് റിപ്പോർട്ടുകളാ. കാണുമ്പോഴേ രണ്ട് പൊട്ടീര് പൊട്ടിക്കാൻ തയ്യാറായാ വന്നത്. യമുന എവിടെ ഉണ്ടാവുമെന്ന് ഇയാൾക്കറിയാവുന്ന കരുതി. പോരാത്തതിന് വിശാൽ എന്ന് പറയുന്ന ഇയാളുടെ ഒരു സുഹൃത്ത് തറപ്പിച്ച് പറയുകയും ചെയ്തു യമുനയെ കാണാതായതിനു പിന്നിൽ പ്രസാദ് ആയിരിക്കുമെന്ന്. അതെ സാർ, സാറ് പറഞ്ഞ ആ സുഹൃത്ത് തന്നെയാ എന്റെ അനിയനെ ഈ കോലത്തിലാക്കിയത്. മദ്യപാനം ഉൾപ്പെടെ ഇവനില്ലാത്ത ശീലങ്ങൾ മുഴുവൻ ഇവനെ പഠിപ്പിച്ചത് വിശാല. എന്നിട്ടും മതിയാകത്തോണ്ടായിരിക്കും ആ സുഹൃത്ത് സാറിനെ തേടി വന്നത്. പ്രസാദിനെ അല്ല സാർ ചോദ്യം ചെയ്യേണ്ടത്, അയാളെ ചോദ്യം ചെയ്യണം. സാർ ഉദ്ദേശിക്കുന്ന പല ഡീറ്റെയിൽസും അയാളുടെ പക്കലുണ്ടാവും. സോറി അമ്മേ, അറിയാതെ സോറി. കമാ. ചിട്ടയായി ജീവിച്ച ഒരാൾ വിവാഹത്തോടെ അയാളുടെ ജീവിതത്തിന്റെ ഡിസോർഡർ ആരംഭിക്കുന്നു. എഴുത്തുകാരിയായ ഭാര്യയെ ഉൾക്കൊള്ളാൻ മനസ്സിന്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ തുടർച്ചയായി തർക്കങ്ങൾ, സംശയങ്ങൾ. മനസ്സ് ഭാര്യയിൽ നിന്നും അകലാൻ തുടങ്ങുമ്പോൾ ആ അകൽച്ചയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായി അനിയത്തിയുടെ വരവ്, അവളോട് അടുപ്പം, അല്ലേ? അതെ ഡോക്ടർ, ഈ അനിയത്തി സുമിത്രയെ പോലെയല്ല, വളരെ ബോൾഡാണ്, ഔട്ട്സ്പോക്കൺ ആണ്. പ്രസാദും ഏതാണ്ട് അതേ ക്യാരക്ടർ തന്നെയാണെന്നല്ലേ നേരത്തെ നിങ്ങൾ പറഞ്ഞത്? അതെ. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവർ മൂടി വെച്ച് പറയുന്നവരെക്കാൾ ശുദ്ധഹൃദയരായിരിക്കും. ശരിയാണ് ഡോക്ടർ. പക്ഷേ ആ ശുദ്ധിയിൽ അത്രയും ഒരു മഹാദ്രോഹി വിഷം കലർത്തി. എൻ്റെ അനിയനെ അവൻ മുഴുക്കുടിയനാക്കി. അവൻ്റെ ഉള്ളിലെ നന്മകൾ മുഴുവൻ എടുത്തു കളഞ്ഞു. സൽപ്പേര് പോയി, ഉദ്യോഗം പോയി. അവൻ ഏറ്റവും മോശപ്പെട്ടവനായി. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. ഗത്യന്തരമില്ലാതെ ശങ്കർജി സാറ് സുമിത്രയെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോയി. പക്ഷേ സുമിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ പ്രസാദിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. അവൻ ശരിക്കും ഷോക്ക്ഡായി. ആ മാറ്റം ഞാൻ നേരി കണ്ടതാണ് ഡോക്ടർ. സുമിത്രയെ കാണണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല ഡോക്ടർ. ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ മുതൽ ഇവൻ ഈ നിലയിലാണ്.
കുറച്ചു ദിവസം മുമ്പ് വരെ വളരെ ശാന്തനായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു ദിവസം പെട്ടെന്ന് വയലന്റായി. എന്റെ മകനെ പിടിച്ച് വളരെ ക്രൂരമായി തല്ലി, ഒരു കാരണവുമില്ലാതെ. ഒരു ദിവസം അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ വളരെ ദൂരെ റോഡരിയിൽ കിടക്കുന്ന കണ്ടത്. ബോധമില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞു കേട്ടിടത്തോളം ഒരൊറ്റ കാരണമാവില്ല പ്രസാദിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ. അയാളുടെ മനസ്സിനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞെരുക്കിയിട്ടുണ്ട്. പിന്നെ പോലീസ് അറസ്റ്റും ലോക്കപ്പും ടോർച്ചറും, അങ്ങനെ കാരണങ്ങൾ പലതാവാം. എന്തായാലും നിങ്ങൾ അല്പസമയം പുറത്തിരിക്കും. ഞാൻ പ്രസാദുമായി ഒന്ന് സംസാരിക്കട്ടെ. ശരി ഡോക്ടർ. പ്രസാദ്, ഏയ് പ്രസാദ്, എന്നെ മനസ്സിലായോ? ഐ എം ഡോക്ടർ ശർമ്മ. പ്രസാദ് ആരാണ്? അറിയാമോ ആരാണെന്ന്? യു ആർ ആൻ എഞ്ചിനീയർ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? പ്രസാദിനെ ഒബ്സർവേഷൻ സെല്ലിൽ അഡ്മിറ്റ് ചെയ്യണം.